അപ്പോ വന്ദേ ഭാരതിലെ ഗണഗീത വിവാദത്തിന് പിന്നാലെ സ്കൂള് പോരാട്ടവും ആരംഭിച്ചു എന്നുള്ളതാണ് വാർത്ത. അത് ഇന്നല്ലാട്ടോ ആരംഭിച്ചത്, വിവാദമുണ്ടായ നിമിഷം തൊട്ട് അത് ആരംഭിച്ചു എന്നതാണ് സത്യം. അതിലൂടെ വ്യക്തമാവുന്നത് ഇത്തവണ കാര്യങ്ങൾ ഹിജാബ് വിഷയത്തെ പോലെ ആയിരിക്കില്ല എന്നുള്ളതാണ്. ചുരുക്കത്തില് ശിവൻകുട്ടി നന്നായിട്ട് വേർക്കും. നമസ്കാരം. അപ്പോ സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികൾ പാടിയ ദേശഭക്തി ഗാനം RSSന്റെ ഗണഗീതമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള UDF LDF മുന്നണികളുടെ അനാവശ്യ വിവാദം, അതാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ നിയമപരമായിട്ടുള്ള വശങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഗാനം പാടിയ കുട്ടികളുടെയും അവർ പഠിക്കുന്ന സ്കൂളിന്റെയും പോരാട്ടം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം വ്യക്തമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഒരു വിജയം ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പറയാതെ വയ്യ. അതായത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ഈ വിവാദം ഉണ്ടായപ്പോ ആ ഗാനത്തെ നഖശികാന്തം എതിർക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഇരു മുന്നണികളും ഒരു ദേശഭക്തി ഗാനം RSS പാടിയാല് പിന്നെ അത് മറ്റാരും പാടാൻ പാടില്ല എന്നുള്ള നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് ഈ ഗാനത്തിന് എതിരായിരുന്നിട്ട് കൂടി ആ ഗാനത്തെ അനുകൂലിക്കുന്ന നട്ടെല്ലുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ ഇന്നലെ കേരളം കണ്ടു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന ഒരു നേതാവ്, NS നുസൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നുള്ള രീതിയിൽ ഈ ഗണഗീതത്തിന് അനുകൂലമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അത് BJPയുടെ K സുരേന്ദ്രൻ ഷെയർ ചെയ്യുകയും ചെയ്തു. അവിടെ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടി ആ പോസ്റ്റ് അദ്ദേഹം മുക്കിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ശക്തമാക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് പ്രോഗ്രാമുകളിൽ പാടിയിരുന്ന പാട്ടാണ് ഇതെന്നും അത് അദ്ദേഹവും പാടി നടന്നിരുന്നതായിട്ടും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും രാജ്യസ്നേഹിയായ ഒരു കോൺഗ്രസ്സുകാരനെയെങ്കിലും കേരളത്തിൽ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇനി ആ ഗാനം പാടിയ കുട്ടികളുടെ മനോധൈര്യം, ആത്മവിശ്വാസം അതെല്ലാം തെളിയിക്കുന്ന ഒരു നടപടിയാണ് ഇന്ന് രാവിലെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതായത് ഒരു പ്രമുഖ ചാനലിൽ രാവിലെ 8 മണിക്ക് വീണ്ടും ആ കുട്ടികൾ ലൈവിൽ വന്ന് ദേശഭക്തി ഗാനം പാടി അവരുടെ ഭാവിയിലേക്കുള്ള പോരാട്ടത്തിന്റെ ആദ്യ പടി വെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, അവരുടെ ഈ ആത്മവിശ്വാസത്തിന്റെ പിന്നില് അവരുടെ അധ്യാപകരും പ്രധാനമായിട്ടും ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ശ്രീ ടിൻഡോയുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വന്ദേ ഭാരത് ഉദ്ഘാടന ദിവസത്തില് ആദ്യം ഈ കുട്ടികളുടെ ഗാനം സതേൺ റെയിൽവേ Xൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും പിന്നീട് വിവാദമായപ്പോൾ അത് പിൻവലിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ സതേൺ റെയിൽവേയുടെ ആ നടപടിയിൽ പ്രതിഷേധിച്ച് സതേൺ റെയിൽവേയുടെ ആ നടപടി കുട്ടികളുടെ മനോവീര്യം കെടുത്തും എന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും റെയിൽവേ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അടക്കം പരാതി നൽകി ആ സ്കൂൾ പ്രിൻസിപ്പൽ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സതേൺ റെയിൽവേ വീണ്ടും ആ കുട്ടികളുടെ ഗാനം ഇംഗ്ലീഷ് തർജ്ജമയോടുകൂടി പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെയും അദ്ദേഹം പോരാട്ടം അവസാനിപ്പിച്ചില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ അതിനെതിരെ നിയമ പോരാട്ടം നടത്തും എന്ന് തന്നെ അദ്ദേഹം ധൈര്യമായിട്ട് പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഇന്ന് രാവിലെ 8 മണിക്ക് ഒരു പ്രമുഖ ചാനലിൽ കുട്ടികളോടൊപ്പം ലൈവിൽ വന്നപ്പോ ധൈര്യത്തോടു കൂടി പറഞ്ഞു, ഈ ഗാനം മാത്രമല്ല നിരവധി ദേശഭക്തി ഗാനങ്ങൾ സ്കൂളിലെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാറുണ്ട്. ഓരോ മാസവും ഓരോ ദേശഭക്തി ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ച് അത് പാടിപ്പിക്കുക എന്നത് സ്കൂളിന്റെ ഒരു രീതിയാണ് എന്നുകൂടി അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇതോടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ സ്കൂള് നല്ല നെഞ്ചുറപ്പുള്ള കുട്ടികളെയാണ് വാർത്തെടുക്കുന്നത്. കാരണം ഹിജാബ് വിഷയം വന്നപ്പോൾ കാണിച്ച പോലെ ഈ കുട്ടികൾ മുഖം ബ്ലർ ചെയ്തുകൊണ്ടല്ല ചാനലുകൾക്ക് മുൻപിൽ വന്നത്. അവരാലപിച്ച ഗാനം വിവാദമായപ്പോൾ അവർ ഓടി ഒളിച്ചില്ല, പകരം വീണ്ടും നെഞ്ചും വിരിച്ച് ചാനലുകൾക്ക് മുന്നിൽ വന്നു, ആ പാട്ട് പാടുകയും ചെയ്തു. അല്ലാതെ ചിലരൊക്കെ കോടതിയിൽ പോയി പരാതിയില്ല എന്നും പറഞ്ഞ് തലയിൽ മുണ്ടിട്ട് പോയ പോലെ പിന്മാറിയില്ല. ഇനി ഈ വിഷയത്തെ കമ്മികളും കൊങ്ങികളും എതിർക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാല് ഒരേ ഒരു ഉത്തരമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് V ശിവൻകുട്ടിക്കും പിണറായി വിജയനും VD സതീശനും സത്യത്തിൽ BJPയോടോ RSSനോടോ അല്ല എതിർപ്പ് എന്ന് പറയുന്നത്. പകരം ഈ ഗാനത്തിലെ അമ്മ എന്ന് പറയുന്ന വാക്കാണ് അവരെ ചൊടിപ്പിച്ചത്. പുണ്യഭൂമി എന്ന് പറഞ്ഞതാണ് അവരെ ചൊടിപ്പിച്ചത്. അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാല് ഇവരുടെയൊക്കെ പാരമ്പര്യം ചകഞ്ഞ് നമ്മൾ പോകേണ്ടി വരും. ഏതായാലും BJP പണിയെടുത്തില്ലെങ്കിലും BJPക്ക് വേണ്ടി ഇവര് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, നമ്മുടെ ശിവൻകുട്ടി ഏതായാലും ഹിജാബ് വിഷയത്തിൽ സംഭവിച്ച പോലെ രക്ഷപ്പെടില്ല. കാരണം അദ്ദേഹം കോടതിയിൽ നന്നായിട്ട് വിയർക്കേണ്ടി വരും.
അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടി, അതായത് ഈ കമ്മിക്കുട്ടന്മാരും കൊങ്ങിക്കുട്ടന്മാരും RSSകാര് പാടാത്ത ഒരു ദേശഭക്തി ഗാനം അന്വേഷിച്ചിറങ്ങിയാൽ ഇവർക്ക് മഷിയിട്ട് നോക്കിയാലും കണ്ടെത്താൻ പറ്റില്ല. കാരണം കമ്മി എഴുതിയതാണോ സംഘി എഴുതിയതാണോ എന്ന് നോക്കിയിട്ടല്ല RSS ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിൽ ദേശഭക്തി ഉണ്ടോ എന്ന് മാത്രം നോക്കിയാണ് അവര് ദേശഭക്തി ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ദേശഭക്തി ഉണ്ടെങ്കിൽ അവരെല്ലാ പാട്ടുകളും പാടും എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ പാട്ടുകളും അവര് പാടിക്കഴിഞ്ഞതായിരിക്കും. അതുകൊണ്ട് കേരളത്തില് ആദ്യ വന്ദേ ഭാരത് ഓടിയപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെ ഇതേ ഗാനം പാടി ഈ വന്ദേ ഭാരതില് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ കൂട്ടിയിട്ട്. അന്ന് തോന്നാത്ത ചൊറിച്ചില് ഇപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പിതൃശൂന്യത എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കത്തുള്ളൂ.